ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? അപ്പം ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. A few moments later. ഉച്ചയൂണിൻ്റെ ടൈമിൽ ഒരു സൗണ്ട് കേട്ട് ഓടിപ്പോയി നോക്കിയതായിരുന്നു. റോഡ് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വണ്ടി തട്ടിയതാണ്. ഈ ഡ്രൈവറെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ സ്പീഡ് ലൈനിലായിരുന്നു, സ്പീഡിൽ വരുമായിരുന്നു. പെട്ടെന്ന് ഇവർ വന്നപ്പം ബ്രേക്ക് അടിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഞാനത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോകുന്നു. ഞാൻ ഈ ഒരു ഭാഗത്ത് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഒരു സൗണ്ട് കേട്ടിട്ട് നമ്മളങ്ങോട്ട് പോയി നോക്കുന്നത്. സൗണ്ട് കേട്ടവരൊക്കെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തി. അപ്പോൾ നമ്മൾ ബൈപ്പാസിൽ വന്ന് നോക്കിയായിരുന്നു. അപ്പം ബൈപ്പാസിൽ വന്നപ്പോൾ ഇവിടെ ഒരാൾ വീണ് കിടക്കുന്നുണ്ട്. ഞാൻ വീഡിയോസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു കാറ് ഇരുന്ന് ഇടിച്ചിട്ടുണ്ടായിരുന്നത് ആൾ റോഡ് ക്രോസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ ബൈപ്പാസിൽ കടക്കാനൊരു സ്ഥലമല്ല, എന്നാലും പലരും റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. ഈ മതിലൊക്കെ ചാടി കടന്നിട്ട് ഇപ്പം ഇങ്ങനൊരു ആക്സിഡൻറ്റ് നടന്നിട്ട് പോലും അവിടെ ആൾക്കാർ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അയാൾ സ്പീഡ് ലൈനാണ്, അതുപോലും നോക്കാതെയാണ് അവർ അവിടെ നിന്ന് കടക്കാൻ ശ്രമിക്കുന്നത്. ഇത് ഇല്ലീഗലാണ്. ഈ വണ്ടിയാണ് ആക്സിഡൻ്റ് ആയിട്ടുള്ളത്. അപ്പം ഇത് ഈ ബമ്പർ സാധനങ്ങളൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. എന്താ ഇവിടെ തലടിച്ചതാണ് മെയിനായിട്ട് പ്രശ്നമായി പോയത്. എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, ദയവ് ചെയ്ത് നമ്മുടെ ഈ റോഡ് ക്രോസ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഇതിൽ ഒന്നാമത് ആ ലാസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് ലൈനാണ്. സ്പീഡ് ലൈൻ ത്രൂ ഭയങ്കര സ്പീഡിലായിരിക്കും ആൾക്കാർ വണ്ടി ഓടിക്കുന്നത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ ലൈന് അതിന് വേണ്ടിയിട്ടുള്ളതാണ്, സ്പീഡിൽ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവർക്ക് പെട്ടെന്ന് നിർത്താൻ കഴിഞ്ഞോളണമെന്നുമില്ല. ഈ പുതിയ റോഡുകളിൽ വലിയ മതിലുകൾ വെച്ചത് നമ്മൾ ആൾക്കാർ കടക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മളങ്ങനെ കിടക്കുന്നത് ശരിയല്ല. ലൈഫ് ഇൻഷുറൻസ് പോലെയുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ഇത് മൂലം കിട്ടാണ്ടേയും ആവാം. അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് മാത്രം ഞാൻ പറയുന്നു. നമ്മൾ ഓരോരുത്തരെയും കാത്ത് നമ്മുടെ വീട്ടുകാർ കാത്തിരിക്കുന്നുണ്ടാകും. അയാൾ ആശുപത്രിയിൽ ക്രിട്ടിക്കലാണെന്നാണ് പറയുന്നത്. വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ പെട്ടെന്ന് റെഡിയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ. You better not die, you idiot.